എന്നെ സംബന്ധിച്ചും ഞാനും മനസ്സിലാക്കുന്നത് ഈ ഇന്നുണ്ടായ സംഭവങ്ങൾ കൂടി വരുമ്പോൾ അപമാനിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ മമത എന്നുള്ളതാണ്. അതായത് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഖാർഗെയെ ചൂണ്ടിക്കാണിച്ച മമത രാഹുൽ ഗാന്ധിയെ അപമാനിച്ചിരിക്കുന്നു എന്നിടത്താണ്. ഇപ്പോൾ ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര അറിയിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. അറിയിച്ചിട്ടുണ്ട്. ക്ഷണിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും ചോദ്യം. ആ രൂപത്തിലേക്ക് പോയിട്ടുണ്ടാകില്ല. പക്ഷേ മമതയെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. ആ രൂപത്തിലാണ്. ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ബംഗാളിൽ എതിർപ്പുണ്ടാകുന്നത്. അതിർത്തിയിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിക്കുന്ന അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഉച്ചഭക്ഷണം മാൽഡ ഗസ്റ്റ് ഹൗസിലാക്കാനുള്ള തീരുമാനം, അവിടെ മമതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിന് അനുമതി നിഷേധിക്കുന്നു. എന്തൊരു അപമാനമാണ്. അപ്പോൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് എങ്ങനെ ശക്തമായി ഒരുമിച്ച് മത്സരിക്കാമെന്ന് ആലോചിച്ചവരാണിപ്പോൾ തമ്മിൽ കാണാൻ പറ്റാത്ത രീതിയിൽ അകലുന്നത്. ഇപ്പോൾ മമതയ്ക്ക് ഈ ആത്മവിശ്വാസത്തിൻ്റെ കാര്യം എന്താണ്? ഇപ്പോൾ 27% അവിടുത്തെ മുസ്ലിം വോട്ട്. അത് ഭിന്നിച്ചു പോകും. ഇപ്പോൾ 3 പേരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഭിന്നിച്ചു പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് BJP ഗുണം ചെയ്യുകയും ചെയ്യും. മമതയുടെ ആത്മവിശ്വാസം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലൊന്നും BJP വിജയിച്ചിട്ടില്ല എന്നുള്ളതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ലോക്സഭാ സീറ്റിൽ തന്നെ അസംഗോളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ, അത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് തൃണമൂലിലേക്ക് പോവുകയായിരുന്നു BJPയുടെ MP. അപ്പോൾ അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ശത്രുഘ്നൻ സിൻഹ തൃണമൂൽ കോൺഗ്രസ് വിജയിക്കുകയാണ് ചെയ്തിരുന്നത്. അത് ഒരു വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം മമതയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. പക്ഷേ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ളത് ആത്മഹത്യാപരമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇനി ഈ ഇന്ത്യ മുന്നണിയിൽ മമതയുണ്ടോ എന്ന സംശയം പോലും ഉയരുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മുന്നണി ഛിന്ന ഭിന്നമായി കഴിഞ്ഞിരിക്കുന്നു പല രൂപത്തിൽ. ഇപ്പോൾ പ്രതീക്ഷ തോന്നുന്ന ഒറ്റ കാര്യം ബീഹാറിലെ ലാലു പ്രസാദ് യാദവ് RJDയുടെ നിലപാട് മാത്രമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ബീഹാറിലേക്ക് ഇന്ന് പ്രവേശിച്ചു കഴിഞ്ഞു. അവിടെ ഇപ്പോൾ വലിയ ആൾക്കൂട്ടമാണ്. അത് നിതീഷ് കുമാറിൻ്റെ ഈ തീരുമാനത്തിന് ശേഷവും വലിയ സംഘം ആളുകൾ തന്നെ ഈ ന്യായയാത്രയിൽ പങ്കെടുത്തു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നിതീഷ് കുമാറിനെതിരെ ഒരു കാര്യവും അദ്ദേഹം പ്രസംഗിച്ചിട്ടില്ല. ഈ മുന്നണിയിൽ നിന്നുള്ള ഈ തിരിച്ചടി ഉണ്ടാകുമ്പോഴും ജയറാം രമേശ് അതിശക്തമായി പ്രതികരിക്കുന്നു, മറ്റു നേതാക്കൾ പ്രതികരിക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ഇവർക്കെതിരെയൊന്നും ഒരു പരാമർശവും നടത്തിയിട്ടില്ല. ഈ സ്നേഹത്തിൻ്റെ കട എന്നുള്ള പ്രയോഗം നടത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കോൺഗ്രസ് വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞ കാസ്റ്റ് സെൻസസ് അത് ബീഹാറിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് കേട്ടോ. അത് അവിടുത്തെ പ്രസംഗത്തിൽ അദ്ദേഹം കൃത്യമായി പറയുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അറിയാനാകുന്നത് നാളെ ബീഹാറിൽ യാത്ര തുടരും. ആ യാത്ര തുടരുമ്പോൾ ലാലു പ്രസാദ് യാദവും CPIM MLന്റെ ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യയും റാലിയിൽ പങ്കെടുക്കുമെന്നുള്ളൊരു സൂചന കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മുന്നണിയിൽ നിന്നുള്ള ഒരു പ്രതിനിധി ആദ്യമായി പങ്കെടുക്കുന്ന ഒരു യാത്രയായി ഒരു പക്ഷേ ലാലു വരുമ്പോൾ ഉണ്ടാകുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ലാലു പ്രസാദ് പല കാരണങ്ങൾ കൊണ്ട് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ്. BJP വിരുദ്ധ നിലപാട് അല്ലേ, പ്രതിപക്ഷത്തിൽ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ള നിലപാട്. അതേസമയം തന്നെ ലാലുവിനെ ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചിട്ടുണ്ട്. ലാലുവിൻ്റെ മകനെയും വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതും സംഭവിക്കുന്നു. UP ചർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ UP ഇപ്പോൾ വഴിമുട്ടിയിരിക്കുന്നത് UP ചർച്ച കൂടിയാണ്. UP 80-ൽ 15 കോൺഗ്രസ് ചോദിച്ചത്, 11 മാത്രം തരുമെന്ന് സമാജ്വാദി പാർട്ടി പറയുന്നു. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2.33% വോട്ട് മാത്രം നേടിയ കോൺഗ്രസ് എങ്ങനെയാണ് 15 സീറ്റ് ചോദിക്കുക എന്നാണ് SP ചോദിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുന്നു. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഒരു സുഗമമായ ചർച്ചയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അവിടെ DMK ആയിട്ടുള്ള ചർച്ചയ്ക്കിടയിലും ചില DMK നേതാക്കളൊക്കെ കോൺഗ്രസിന് സ്വന്തം കാര്യം മാത്രം മതി എന്ന രൂപത്തിലുള്ള പ്രതികരണം പരസ്യമായി മന്ത്രിമാർ തന്നെ നടത്തുന്നുണ്ട്. അവിടെ കഴിഞ്ഞ തവണ കോൺഗ്രസ് 10 മത്സരിച്ചത്. 10 പുതുച്ചേരിയും തേനിയൊഴികെ എല്ലായിടത്തും ജയിക്കുകയും ചെയ്തു. ഇത്തവണ 12 ചോദിക്കുന്നത്. പക്ഷേ ഈ മക്കൾ നീതി മയ്യം വരുമ്പോൾ കോൺഗ്രസിന് കുറയാനാണ് സാധ്യത. അങ്ങനെ പല രൂപത്തിൽ പല തരത്തിൽ ഇന്ത്യ മുന്നണി ബുദ്ധിമുട്ട് നേരിടുന്നു. ഇന്നിപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ ഒരു അഭിമുഖം ആജ് തക്കിൽ വന്നിട്ടുണ്ട്. അതിൽ വളരെ ഈസിയായി NDA ജയിക്കുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ക്ലീൻ സ്വീപ്പ് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് തികച്ച് കിട്ടില്ല, അതിലപ്പുറം കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ പണി നിർത്തുമെന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. അപ്പോൾ നിതീഷ് കുമാർ അപ്പോഴേക്കും അടുത്ത മറ്റൊരു പദ്ധതിയുമായിട്ട് വരുമായിരിക്കും. അപ്പോൾ പാർട്ടിക്കാണോ അതോ NDAക്കാണോ? അല്ല, നിതീഷ് തെരഞ്ഞെടുപ്പിൽ 20 കൂടുതൽ കിട്ടിയാൽ ഞാൻ ഈ പണി നിർത്തും. അതാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. ഇപ്പോൾ 45 സീറ്റേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ യാത്ര അവിടെ എത്തുമ്പോൾ ഉള്ള കോൺഗ്രസിനുള്ള പിന്തുണ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ബീഹാറിലെ യാത്രയിൽ എത്ര കോൺഗ്രസ് MLA കൂടിയുണ്ട്. 18-ൽ 9 പേരെ വരുള്ളൂ എന്ന് കേൾക്കുന്നുണ്ട്. അതിൻ്റെ കണക്കിനി വരാനിരിക്കുന്നേ ഉള്ളൂ. നാളെയും കൂടി ഉണ്ടല്ലോ യാത്ര. പക്ഷേ ലാലു വരുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നു. അപ്പോഴും ഈ മുന്നണി ഈ രൂപത്തിൽ ഒരു വലിയൊരു മുന്നണിയായി 28 പാർട്ടികളുടെ മുന്നണിയായി തുടരുമെന്നുള്ള പ്രതീക്ഷയില്ല. എന്തായാലും മമത മുന്നണിയിൽ ഉണ്ടാകുമോ എന്ന് പോലും സംശയമുണ്ട്. Meet the editors.